ഷാജി പറയുന്നു അമ്മയുമായിട്ട് ഞാൻ എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കിയെന്ന്. അമ്മ പറയുന്നു ലബൾ ഇവിടെ വന്ന് ചുമ്മാ വീഡിയോ എടുത്ത് കബളിപ്പിച്ചതാണ്. ഇതിലേതാണ് ഇപ്പൊ ശരിക്കുമുള്ള ശരി? നമ്മൾ ഇതിലേത് വിശ്വസിക്കണം? ഇതാണ് ഇവിടുത്തെ ചോദ്യം. കുറച്ച് നാളുകൾക്ക് ശേഷം ഷാജി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ പുള്ളിക്കാരിയുടെ അമ്മയുമായിട്ട് ഒന്നു ചേരുന്നതിനെ കുറിച്ച് കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ അടക്കമാണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുത്തേക്കുക, ലൈക്ക് അടിക്കുക, എല്ലാ സമ്മനും ചെയ്ത് വെച്ചേക്കുക. കൂടുതലായി എടുക്കില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജിയെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന മെജോറിറ്റി ആളുകൾക്കും നന്നായിട്ട് അറിയാനുള്ള സാധ്യതയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിയുടെ അമ്മയുമായിട്ട് അടിച്ച് പിരിഞ്ചു മുജെ മാലു ചകട ആയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് പുള്ളിക്കാരി അവിടെ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വീട്ടുമുറ്റത്ത് ചന്ദനത്തടി മുറിച്ചു വിൽക്കാൻ നോക്കുന്നു, അമ്മയുടെ ഈ മറ്റേ അടിവസ്ത്രത്തിലുള്ള വീഡിയോസ് പുറം ലോകത്ത് കാണിക്കുന്നു. അങ്ങനെ ഈ അമ്മയ്ക്ക് എങ്ങനെയൊക്കെ മോശപ്പേരുണ്ടാക്കി കൊടുക്കാമോ അതെല്ലാം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ള ചകടയുടെ ഭാഗമായി, ചകട ആ സാധനമായിട്ട്. അങ്ങനെ പുള്ളിക്കാരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം ആകാശത്ത് ചുമ്മാ തൂങ്ങിക്കിടക്കുന്ന വള്ളികളിലെല്ലാം പുള്ളിക്കാരി കയറി പിടിച്ച്, ഷെറീഫായിട്ടുള്ള വള്ളി പിടിച്ച്, കൈസുമായിട്ടുള്ള വള്ളി പിടിച്ച്, എന്നോട്ടുള്ള വള്ളി പിടിച്ചിട്ട് ആ വള്ളി വിട്ട് നീ 13,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, നീ ചില്ലറ പയ്യൻ, നീ പോളെ ഇറക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ച പിടി അങ്ങ് വിട്ട്. ഇതിനകത്ത് ഞാൻ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പറയടാ. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ മാക്സിമം പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബും മറ്റേ നോട്ടിഫിക്കേഷൻ ഓളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സംഭവിക്കുന്നത് ഷാജിയുടെ വിഷയം വരുമ്പോൾ മാത്രം നിങ്ങൾ കാണുന്നു. കണ്ടിട്ട് പഴയ ട്രോള് വന്നില്ല കേട്ടോ, പഴയ റോസ്റ്റ് വന്നില്ല കേട്ടോ. ഈ ഒരു സാധനമാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ പല വിഷയങ്ങൾ കണ്ടു നോക്കുക. നമ്മൾ തമാശയായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഷാജിദ വീട്ടിൽ പോയി അവരുടെ അമ്മയുമായിട്ട് സ്നേഹം പങ്കിട്ട ഒരു അസുലഭ മുഹൂർത്തം ഞാൻ അത് നിങ്ങളെ കാണിക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത്. ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു. എന്റെ ഉമ്മച്ചിയോട് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ ഉമ്മച്ചി അടുത്ത് എന്നൊരു സാധനം. ഇത് കളിയാക്കി പറഞ്ഞാണോ അതോ റിയലാക്കി പറഞ്ഞാണോ എന്നറിയത്തില്ല. നമ്മളിപ്പോ പറയത്തില്ലേ വന്ന് സംസാരിച്ചു, പിന്നെ അവള് ആ സാധനമാണോ എന്നറിയത്തില്ല. എന്തായാലും ഉമ്മയുടെ ഭാഗത്തുനിന്നൊരു വന്നിട്ടുണ്ട്. ഏതായാലും ഷാജിദ ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ വീട്ടിൽ കയറി ഉമ്മയുടെ അടുത്ത് പോയി ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം. പെട്ട് തന്നു. എന്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ? എന്റെ ഉമ്മച്ചി ചിരിച്ചു. ഞാൻ എന്റെ ഉമ്മച്ചിന്റെ അടുത്ത്, എന്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചതാ. എല്ലാം കഴി ഓടാണ് കേട്ടോ, നിൽക്കാൻ വേണ്ടിയായിട്ട് ഓടാണ്. അപ്പൊ ഞാൻ എന്റെ ഉമ്മച്ചിന്റെ അടുത്ത് വന്നു, പൊരുത്തപ്പെട്ട് തന്നു എന്റെ ഉമ്മച്ചി അല്ലേ. അപ്പൊ പൊരുത്തപ്പെട്ട് തന്നു എന്ന് പറയുമ്പോൾ ഒരു പിന്നെ എന്നൊരു സാധനം കേൾക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കേട്ടോണേ. അപ്പൊ ഞാൻ എന്റെ ഉമ്മച്ചിന്റെ അടുത്ത് വന്നു, പൊരുത്തപ്പെട്ട് തന്നു എന്റെ ഉമ്മച്ചി അല്ലേ. അപ്പൊ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഉമ്മ വേറെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു വിഷയം പുറത്തേക്ക് വരികയും ഇതിനെ തുടർന്ന് സിനാൻ, പുള്ളിക്കാരിയുടെ ഒരു റിലേറ്റീവാണ്, സിനാൻ വീഡിയോ ആയിട്ട് രംഗത്ത് വരികയും ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുത്തില്ല, ഉമ്മ ക്ഷമിച്ചില്ല, അത്രയ്ക്ക് വൃത്തിയോടല്ലേ ഉമ്മയോട് ചെയ്തത്, ഉമ്മയ്ക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും, ആ ഉമ്മ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഷാജിദയുടെ ഉമ്മയുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ട്. ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടപ്പോഴത്തേന് എനിക്ക് ഫുള്ള് കോംപ്ലിമെന്റ്സ് ആയി. നിങ്ങളും കൂടെ കേട്ടോ കോംപ്ലിമെന്റ്സ് കേട്ടോ. അങ്ങനെ ആക്കിയിട്ടില്ലടി പറഞ്ഞു പോയത്. എന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല, അതൊന്നും അവിടെ ഒരു എടുത്തിട്ടില്ല. അതായത് ഉമ്മ വേറെ എന്തൊക്കെയോ പറഞ്ഞു ഷാജിദ അതൊന്നും വീഡിയോ എടുത്തില്ല. ഷാജിദയ്ക്ക് വേണ്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു, ഞാൻ ഉമ്മയെ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന സാധനം മാത്രമേ ഷാജിദ വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഈ അമ്മ പറയുന്നത്. ബാക്കിയേക്കാം. അടുക്കളയിലേക്ക് ഞാന് വാതിൽ ചാരാനും പോയതോടെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് വീഡിയോ ഇത് ഓണാക്കിയിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത്. അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ, തട്ടുണ്ടല്ലോ, അതന്നെ ഉള്ളു, അല്ലാണ്ടൊന്നും എടുത്തിട്ടില്ല. അല്ല, അതിനൊക്കെ ഞാൻ തട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ഈ അമ്മമാർക്ക് മക്കളോടൊരു പ്രത്യേക തരത്തിലുള്ള സ്നേഹം കാണും. ഇപ്പൊ മക്കള് നല്ലത് കാണിച്ചാലും തോന്നിവാസം കാണിച്ചാലും അമ്മമാർക്ക് മക്കളോടൊരു സ്നേഹം കാണും.
അതിനകത്ത് ഷാജിദ ഒരു വീഡിയോ എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ, എനിക്ക് മക്കൾക്ക് സുഖമാണ് എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ഉമ്മയ്ക്ക് മനസ്സിലാവും പുള്ളിക്കാരി വീഡിയോ എടുത്ത് തുടങ്ങാന്ന്. ആ ഒരു സമയത്ത് പുള്ളിക്കാരി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ ഈ പറയുന്ന പോലെ തട്ടി മാറ്റുന്നുണ്ട്, ഉമ്മ പോകുന്നുണ്ട്. പക്ഷെ ഒരു നീരസം ഉമ്മ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് തന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഉമ്മ അവിടുന്ന് ഈ പൊരുത്തപ്പെട്ടിട്ടൊന്നുമില്ല, ഇവള് ചുമ്മാ ഷോ കാണിക്കുകയാണ് എന്ന് ഈ ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ, നമ്മൾ ഇതാക്കായിരുന്നു. ഇത് ഇവര് കണ്ടു, സംസാരിച്ചു, ശേഷം നല്ല രീതിക്ക് മുമ്പോട്ട് പോകാമെന്ന് തീരുമാനിച്ചതാണോ തീരുമാനിക്കാത്തതാണോ? അതിനുശേഷം പുള്ളിക്കാരി ഞാൻ ഉമ്മയായിട്ടെല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അവളൊന്നും കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടില്ല, എനിക്കൊന്നും കോംപ്ലിമെന്റ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ വരുന്നു. ഇതിനകത്ത് എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ഇപ്പോൾ ഉമ്മ താമസിക്കുന്ന വീടാണ്, ആ വീട്ടിലേക്ക് ഷാജിദ കയറി വരുമ്പോഴത്തേനും ഉമ്മയ്ക്ക് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് കയറ്റാതിരിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണിക്കാം. പക്ഷേ ഉമ്മയുടെ ഒരു അസംതൃപ്തി പലയിടത്തായിട്ട് കാണുന്നുണ്ട്. ഓ എന്ന് പറയുന്നുണ്ട്, പിന്നെ പൊരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ പിന്നേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ പൂർണ്ണ മനസ്സോടെ ഷാജിദനെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു ഭാഗിക മനസ്സോടെ സ്വീകരിച്ചു കേട്ടോ. ഓ എന്റെ കാല് പിടിക്കണു, കരയണു, എന്താണ് ഞാൻ പറഞ്ഞു, നീ കാലല്ല, നീ എവിടെ പിടിച്ചും കാര്യമില്ലടി, ഒരിക്കലും എനിക്ക് മാപ്പ് തരില്ലടി. ഓക്കെ, അപ്പൊ ഷാജിദ വീട്ടിൽ പോയി ഉമ്മയുടെ കാലിൽ പിടിച്ചു, കരഞ്ഞു, കീണപേക്ഷിച്ചു, ഉമ്മയെ കെട്ടിപ്പിടിച്ചു, വീഡിയോ എടുത്തു, സമൂഹ മാധ്യമത്തിലേക്ക് പ്രചരിപ്പിച്ചു. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ചില ആളുകൾ പറയുന്നു ഷാജിദയ്ക്ക് മറ്റേ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറക്കി വിടാൻ പോവുകയാണ്, ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന്. സോ വീണ്ടും ഒരു അഭയം വേണം, അതിനുവേണ്ടി ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള പുതിയ നമ്പറാണിതെന്ന് കുറച്ച് ആളുകൾ പറയുന്നു. കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നു പുള്ളിക്കാരി ശരിക്കും നന്നായി തെറ്റുകളൊക്കെ മനസ്സിലാക്കി നല്ല രീതിക്ക് പോകുന്നു. എനിക്കും അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യം. പുള്ളിക്കാരി തെറ്റുകളെല്ലാം മാറ്റി നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം. പുള്ളിക്കാരി ലൈവ് ചാറ്റ് വന്നപ്പോൾ പല സമയത്തായിട്ട് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചതിനൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരി എനിക്ക് റെസ്പോണ്ട് ചെയ്ത്. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് അന്നത്തെ മാനസികാവസ്ഥയെ പറ്റിപ്പോയതാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചത്. ആള് ശരിക്കും മാനസാന്തരപ്പെട്ട് നന്മയുടെ പാതയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എൻകറേജ് ചെയ്യണ്ടേ. ഒരാള് തെറ്റ് ചെയ്തിട്ട് അയാൾ ആ തെറ്റ് തിരുത്തി നല്ല രീതിക്ക് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ പറ്റത്തില്ല. നീ തെറ്റി ജീവിച്ചാൽ മതി, നീ പഴയ പോലെ തെണ്ടിയായിട്ട് തന്നെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ശാസ്ത്രത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. പിന്നെ ഇനി കുറച്ച് നാളുകൾക്ക് ശേഷമേ ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും ഇതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ, അതോ ഇതുപോലെ നന്നായിട്ട് തന്നെ തുടരുമോ എന്നൊന്നും നമുക്കറിയില്ല. നന്നായിട്ട് തുടരാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നമുക്ക് ഉമ്മയോട് പറയുന്നത് ബാക്കിയേക്കാം. സംഭവം അവൾ ഇവിടെ വാടക വീട് കുറെ പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായി, ഞാൻ അറിഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ്, അത് നടന്നിട്ടില്ല. അപ്പൊ അവൾക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം, ആ ഒരു ഇതിലാണ് അവൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് 10 ദിവസം ഞാൻ ഇരിക്കാൻ വരും, ഈ ഇരിക്കില്ല ഇതിനുള്ളിൽ, നീ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു, വരൂല്ല നീ ഇതിനുള്ളിക്ക് പറഞ്ഞു. ഇത് മരിക്കോളം എനിക്ക് ഇരിക്കാനുള്ള വീടാണ്, ഇനി ഇതിനുള്ളിൽ നിന്ന് ഞാൻ ഇറങ്ങൂല, ഒരാളെ ഇതിനുള്ളിൽ കയറ്റൂല പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളുടെ മകളുണ്ടല്ലോ. എന്റെ മകള് മറ്റേ മഴ പെയ്ത തോട്ടിൽ വെള്ളം വരുമ്പോഴാണ്, അവള് ഇന്ന് വരും നാളെ പോകും, നാളെ അവളുടെ മാപ്പിള വിളിച്ച് ആളുടെ മാപ്പിളുടെ കൂടെ പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ, ഇതിനുള്ളിൽ ഒരാളും വരും. ഇതാണ് ഉമ്മയുടെ പ്രശ്നം. ബേസിക്കലി ഷാജിദയ്ക്ക് വേറെ വീട് കിട്ടുന്നില്ല, തിരിച്ചിങ്ങോട്ട് വരാൻ നോക്കുന്നു, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് കയറാൻ നോക്കുന്നു. ഷാജിദ പുള്ളിക്കാരി ഇപ്പോൾ പുതിയതായിട്ട് വീട് വെക്കാൻ നോക്കുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോൾ വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പഴയ തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ആൾക്കാരും നീ ഏറിക്കയറുമ്പോൾ നമ്മൾ നിന്റെ കൂടെ നിൽക്കാമെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും പുള്ളിക്കാരിക്ക് ഇപ്പോൾ റവന്യൂ കുറവായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ഈ ഉമ്മയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോഴത്തേനും എങ്ങനെയൊക്കെ ഒരു മാതാവിനെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ മാതാവിനെ ദ്രോഹിച്ചൊരു മകളാണ് ഈ ഷാജിദ എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മയ്ക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഷാജിദ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെറുപ്പിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ പച്ച ഇറച്ചി തിന്നടാ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ വെറുപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഷാജിദക്കെതിരെയായിരിക്കും. ഈ സ്വന്തക്കാരനും ബന്ധുക്കാരനും നാട്ടുകാരനുമായിട്ടുള്ള സീനാൻ, മണിയൻ, മിസ്റ്റർ മണിയൻ, ഇവരെല്ലാം ഷാജിദ വെറുപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഉള്ളിൽ അതിഭീകരമായ പക ഉണ്ടാവുകയും ചെയ്യും. ആ പക കൊണ്ട മൂർഖൻ കൊത്താനായിട്ട് കാത്തിരുന്നപ്പോഴാണ് ഈ കൊത്ത് കിട്ടിയത്. അപ്പോൾ അവര് ചറഞ്ഞും പറഞ്ഞ് കൊത്തി. പക്ഷെ ഇതിനൊന്നും ഷാജി പഴയതുപോലെ റിയാക്ട് ചെയ്യുന്നില്ല. എടാ സീനാനെ നീ മറ്റവനല്ലടാ, എടാ മണിയാ നീ ഇവനല്ലടാ എന്നൊന്നും പുള്ളിക്കാർ റിയാക്ട് ചെയ്യുന്നില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കേറില്ല അല്ല പറഞ്ഞതാ, ഞാൻ നോണല്ലേ റംലമായി കേട്ടിട്ടുള്ളൂ. റംലമായി ഉണ്ട്, റിപ്പഴത്തി ഉണ്ട്, സുലു ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാ കണക്കിന് കൊടുത്തിട്ട് എന്നെ കുട്ടി. എന്റെ ഉമ്മ എന്നെ പൊരുത്തപ്പെട്ട് തന്നു. അതില്ലേ, അത് ചതിയിൽ വന്ന് എന്നെ പിടിച്ചതാണ്. അതിലാണ് ആ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് അവർക്ക്
ചതിച്ചതാണ്, ചതിയിലൂടെ ഒന്ന് പിടിച്ചു വീഴ്ത്തിയതാണ്. അത് ഏറെക്കുറെ ശരിയായിരിക്കും. കാരണം ആദ്യം കെട്ടിപ്പിടിക്കുമ്പോഴും ഉമ്മ പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയ്ക്കൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. അതിന് ഒരിക്കലും ഉമ്മയെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അതുപോലെയുള്ള വിഷമങ്ങൾ ഉമ്മയ്ക്ക് ഈ മകള് കൊടുത്തിട്ടുണ്ട്. ഇനി മകളെ നോക്കുകയാണെങ്കിൽ തെറ്റ് പറ്റിപ്പോയി, അത് ശരിയാക്കണമെന്ന് ഞാൻ ചിന്തിച്ചാൽ പോലും നീ ശരിയാവണ്ട, നിന്നെ ശരിയാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നൊരു പ്രസ്ഥാനമായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്തത്. എനിക്കറിയില്ല പുള്ളിക്കാരി ശരിക്കും ശരിയായോ ശരിക്കും ശരിയായില്ലയോ എന്നുള്ളത്. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോന്ന് ഞാൻ ചോദിച്ചതുമില്ല. വിളിച്ചിട്ട് ഹലോ മിസ് ഷാജിദ, താങ്കൾ ശരിയായോ അതോ ശരിയാകാൻ പോകുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഉറപ്പായിട്ട് ചീത്ത വിളിക്കും. അതുകൊണ്ട് വേണ്ട, ശരിയായിക്കോട്ടെ, ആയെന്ന് നമുക്ക് വിശ്വസിക്കാം. എടുക്കാനോ കിട്ടിയിട്ടില്ല. പിന്നെ ഈ കോള് റെക്കോർഡാട്ടോ മുത്തമ്മ, നാളെ വീഡിയോ വരും, ഒന്നും വിചാരിക്കരുത്. ഏത് പറഞ്ഞത് അവള് പറഞ്ഞത് ശരി, ഞാനൊന്നും പൊരുത്തപ്പെട്ട് കൊടുത്തില്ല. പിന്നെ പറഞ്ഞു ആരോ പൈസ തന്നത് തരാമെന്നാണ്. അത് നിന്റെ മക്കൾക്ക് കൊണ്ട് കൊടുക്കുക പറഞ്ഞു. അവൾക്ക് പൈസ ഇല്ലാണ്ട് അവളിപ്പോ മറ്റേ ഇതിന് നടക്കുകയാണല്ലോ, ഗൂഗിൾ പേയുടെ സ്കാനർ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ നടക്കുകയാണല്ലോ. അങ്ങനെയല്ല, അത് ആരോ കൊടുത്തിരിക്കണത്ര, എനിക്ക് കൊടുക്കാം. എനിക്ക് ആദ്യം അവൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ആൾക്കാർ പൈസ തരലുണ്ട്. ഇത് മറ്റേ ഒരു 2000 രൂപ ഉമ്മയ്ക്ക് കൊടുത്തു. ആ 2000 രൂപ ഉമ്മ തിരിച്ചയച്ചു കൊടുത്തു. ആ തിരിച്ചയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ഈ സീനാൻ എടുത്തിട്ട് ചാനലിൽ പബ്ലിഷ് ചെയ്ത് ഈ ഒരു 2000 രൂപയുടെ പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇത് ശരിക്കും ഇതിനകത്ത് എന്തിനാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമയത്ത് സകലമായ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് മറ്റൊരു സമയം എത്തിയപ്പോഴത്തേനും ഈ വെറുപ്പിച്ചവരെല്ലാം ഓപ്പോസിറ്റ് നിൽക്കുകയും കൂടെ നിൽക്കാൻ നല്ലൊരാളില്ല. നമ്മളിപ്പോൾ രേണു പൊയ്ക്കൊണ്ടിരിക്കുന്ന അതേ ലെവലിലാണ് ഷാജിദ ഒരു സമയത്ത് പോയത്. അപ്പോൾ ഇപ്പം കൂടെ നിൽക്കാൻ ആരുമില്ല, പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നം വന്ന ആരുമില്ല, ദ്രോഹിക്കാൻ മാത്രം ആളുണ്ട്, കൂടെ നിൽക്കാൻ ആളില്ല. ഇതാണ് പുള്ളിക്കാരുടെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുവേണ്ടി തിരിച്ച് വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് പോലൊരു ഫീലാണ് എനിക്കുണ്ടായത്. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം എത്രയും പെട്ടെന്ന് വീടുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അവരെല്ലാം സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കോംപ്ലിമെന്റ്സ് ആയിട്ട് ജീവിക്കട്ടെ. അപ്പോൾ ഷാജി ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീണ്ടും ആ പഴയ പാതയിലേക്ക് പോയില്ല, അങ്ങനെ പോയില്ല എന്ന് പുള്ളിക്കാരി, ഞാൻ അത് അന്നേരത്തെ മാനസികാവസ്ഥ ചെയ്തതെന്നൊക്കെ പുള്ളിക്കാരി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ചാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാറ്റ് ചെയ്തപ്പോഴത്തേനും പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് മുമ്പോട്ട് പോട്ടെ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണ്ടേ, അല്ലാതെ എന്ത് ചെയ്താലും മോശം നീ മോശം എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പുള്ളിക്കാരി എന്നെ എടുത്തിട്ട് മാസ്റ്റർ മൈൻഡ് മാനുമില്ല, അവൻ എനിക്കിട്ടൊരു ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ലത് കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലതെന്ന് പറയും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തും. മറ്റൊരു ബൈ.